ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാമത്തെ ചാനലാണ് കേട്ടോ. ആദ്യം തുടങ്ങിയത് മാമൂസ്തക്കൻ, രണ്ടാമത് ബദ്രൂസ് വ്ളോഗ്. അപ്പോൾ അതൊന്നും പെട്ടെന്ന് എനിക്ക് വാച്ച് ഓവർ ആക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഒരു വർഷത്തിനുള്ളിൽ വാച്ച് ഓവർ ആക്കണമായിരുന്നു, അപ്പോൾ അത് പറ്റിയില്ല. അങ്ങനെ വീണ്ടും ഒരു ചാനൽ ഞാൻ തുടങ്ങിയതാണ്. ഇതിലെങ്കിലും ഒന്ന് മുന്നേറണമെന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്കുണ്ടാകണം. നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ പിന്തുണച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ കഴിഞ്ഞ 2 ചാനലിൽ മുന്നേറാൻ പറ്റിയില്ല എന്ന് പറയാൻ കാരണം എൻ്റെ ഭാഗത്ത് കുറേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല. അന്നൊന്നും യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എങ്ങനെ ഇട്ടാലാണ് നമുക്ക് വാച്ച് ടൈം കിട്ടുക, അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വ്യക്തമായൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത് ഒരു ചാനൽ തുടങ്ങിയത്. കാരണം ആദ്യത്തെ ചാനൽ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ വാച്ച് അവർ ആകാത്തത് കൊണ്ട് കിട്ടിയ വാച്ച് അവർക്ക് കുറഞ്ഞു പോകുമായിരുന്നു. അതാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. ആ ചാനൽ വേണ്ടെന്ന് വെച്ചിട്ടുള്ളതുണ്ട്. പിന്നെ അത് കട ഫോണിലാണ് ആ ചാനലിൽ തുടങ്ങിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഞാനിത് രണ്ടാമതൊന്നും എടുത്തത്. രണ്ടാമത്തെ ചാനലെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ ആയി. പിന്നെ ഞങ്ങൾ വീട് ഇങ്ങോട്ട് മാറുമായിരുന്നു, ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും പിന്നെ ഇവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. പെട്ടെന്ന് നെറ്റൊന്നും കിട്ടില്ല. ഒരു വീഡിയോ ഇട്ടാൽ തന്നെ അപ്ലോഡ് ആകാൻ ഒരു ദിവസം മുഴുവനും പിടിക്കണ്ട. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ ഇടാൻ മടിച്ചത്. പിന്നെ എന്നെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുറച്ച് കൂട്ടുകാരികളുണ്ട് കേട്ടോ, യൂട്യൂബിലുള്ളവർ തന്നെയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് പിന്നെ ഞാനിങ്ങനെ മൂന്നാമത്തെ ഒരു ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിൽ വിജയിക്കണം എന്നൊരു വാശിയുണ്ട് എനിക്ക്. എന്തായാലും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കണം എന്നൊരു വാശിയാണ് ഇപ്പോൾ. അങ്ങനെ ഇപ്പോൾ മൂന്നാമത്തെ ചാനൽ തുടങ്ങി. ബദറൂസ് കിച്ചൺ എന്നാണ് കേട്ടോ എൻ്റെ ചാനലിൻ്റെ പേരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ എനിക്ക് എന്തായാലും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നതും പോക്കറ്റ് ബ്രെഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് അത്ര ഒരു പരിചയം. അതാണ് ചിലതൊക്കെ പറയുമ്പോഴൊക്കെ മിസ്റ്റേക്കൊക്കെ വരുന്ന വാക്കുകളൊക്കെ മാറിപ്പോണത്. അപ്പോൾ പോക്കറ്റ് ബ്രെഡാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുൻപ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അതൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതായിട്ടാണ് ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് ആ പോക്കറ്റ് ബ്രെഡ് റെസിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തുന്നത്. അപ്പോൾ ഈ ബദറൂസ് കിച്ചൺ എന്ന എൻ്റെ ഈ ചാനലിൽ ആ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് മറക്കാതെ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ വീഡിയോ എല്ലാവർക്കൊക്കെ എത്തുള്ളൂ. അപ്പോൾ എന്നെ മുന്നോട്ട് വരാൻ നിങ്ങളും കൂടെ കൈപിടിച്ച് ഉയർത്തണം കേട്ടോ, എനിക്ക് ഇനി മുൻപോട്ട് പോകാൻ. അപ്പോൾ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടൊക്കെ എന്തായാലും ഉണ്ടാവണം. നമുക്ക് വീഡിയോ കാണാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു പോക്കറ്റ് ബ്രെഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാം. ഇതിപ്പോൾ അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് അല്ലേ. നമുക്ക് വീട്ടിൽ ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ടെങ്കിൽ എന്ത് മസാല വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ചിക്കനൊക്കെ എടുത്തിരുന്നു. അതിന്ന് കുറച്ച് എല്ലില്ലാത്ത പീസ് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ചിക്കൻ വേവിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതാ ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ആ കട്ട് ചെയ്ത പീസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പാല് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആ പാലങ്ങോട്ട് പിരിന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് അതൊരു അരിപ്പിയിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മയോണൈസ് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നും അല്ല കേട്ടോ. ഞാനും ഇതുപോലെ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാനും മയോണൈസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മയോണൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ആ ജാറിൽ തന്നെ ഞാനിത് ബ്രെഡിൻ്റെ ഒരു സൈഡ് വശമുണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ബ്രെഡിൻ്റെ പൊടിയൊന്നും വേണ്ട, ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ ഇതാ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഇതാ എത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ 3 മുട്ട ഞാൻ
ഉടച്ചൊഴിച്ച് ഞാൻ പറഞ്ഞില്ല 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഉടച്ചിങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് പാല് ചേർത്തി കൊടുക്കാം, അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂടാൻ. അതല്ലെങ്കിൽ 2 സ്പൂൺ മൈദ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പാലൊക്കെ ഒന്ന് പിരിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതൊരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു കുരുമുളകിൻ്റെ കുറച്ച് പൊടിയാണ് കേട്ടോ, അതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാല് പിരുത്തിട്ട് നമ്മൾ അരിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം തന്നെയാണ് കേട്ടോ ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേറെ വെള്ളമൊന്നുമല്ല, ആ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ മയോണൈസ് കുറച്ച് ലൂസായി പറഞ്ഞാൽ കുറച്ച് ഒരു ടേബിൾ സ്പൂണോ 1 സ്പൂണോ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ ഒന്ന് മയോണൈസ് ഒന്ന് കട്ടിയായി കിട്ടണ്ട. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും ഓരോ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മയോണൈസ്. സാധാരണ നമ്മൾ ഓയിലും മുട്ടയൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന മയോണൈസ് അതിൻ്റെ ടേസ്റ്റ് വേറെ, ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് അടുത്തത് ബ്രെഡ് പൊരിക്കാനാണ്. അപ്പോൾ ആദ്യം 2 ബ്രെഡ് എടുത്തിട്ട് ഈ മുട്ട പൊട്ടിച്ച് ഉടച്ച് വെച്ചതിൽ നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 4 ഭാഗവും 4 സൈഡും ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ബ്രെഡ് പൊടിച്ചിട്ടുണ്ടല്ലോ, ആ ബ്രെഡ് പൊടിച്ച പൊടിയിലിട്ടിട്ട് നല്ലപോലെ ചുറ്റും ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ ഞാൻ എണ്ണയൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഫ്രൈ പാനിൽ എണ്ണയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നാവുമ്പോഴേക്കും ഞാൻ ഓരോന്നിങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങനെ കരിയിക്കൊന്നും വേണ്ട, കാരണം ഒന്ന് ചെറുതായിട്ട് ഈ മുകൾ വശം മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ പോക്കറ്റ് ബ്രെഡ് ഉണ്ടാക്കുന്നവർ ഞാൻ ചെയ്യുന്ന ഇതേ മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഈ ബ്രെഡ് ഫുള്ളും പൊരിച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ചൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ളൊരു ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ടും പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെയാണ് പൊടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ പൊരിച്ചെടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ചിക്കൻ പൊരിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഒക്കെ ഒന്ന് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് സബോള, കുറച്ച് ക്യാപ്സിക്കം, മല്ലിയില കേട്ടോ, കറിവേപ്പില. അപ്പോൾ ഞാനിതിൽ പച്ചമുളക് ഇടുന്നില്ല, കാരണം കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഈ പച്ചമുളക് ഇടയിൽ കൂടെ കടിക്കുമ്പോൾ അവർക്കൊരു ഇടങ്ങേറ് തോന്നും കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം ചിക്കൻ മസാലയുടെ പൊടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ഈ പൊടിൻ്റെ മണം പോകുന്നത് വരെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, നേരത്തെ കൈ കൊണ്ടൊക്കെ പൊടിച്ച് വെച്ച ചിക്കൻ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നിങ്ങോട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചിക്കനൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ കുറച്ച് സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ നേരത്തെ മേടിച്ച് വെച്ച സോസൊക്കെ കുറച്ചുണ്ടായിരുന്നു, കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് സോയാ സോസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലേശം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ മണം ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇതിങ്ങോട്ട് ഒഴിവാക്കാം, ഒഴിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇതിൻ്റെ മണമൊക്കെ നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സോസൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന മയോണൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കുറച്ച് ഇതിൽ ഞാനിങ്ങനെ ഇട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മയോണൈസും ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ അതും ഒഴിവാക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ എല്ലാം ഒന്നിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഓരോ പ്രാവശ്യം പോക്കറ്റ് ബ്രെഡ് ഉണ്ടാക്കുമ്പോഴും പല മോഡലിലും പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ ഫില്ലിങ് മാത്രം കേട്ടോ. ഫില്ലിങ് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ചിക്കനൊന്നും ഇല്ലെങ്കിൽ കോഴിമുട്ട വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അതൊക്കെ ഇതേപോലെ അങ്ങോട്ട് 2ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം പോക്കറ്റ് ബ്രെഡ്. പിന്നെ അതിൻ്റെ നടുവ് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു പോക്കറ്റ് പോലെ ഇങ്ങനെ വരും. അപ്പോൾ ആ പോക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കേണ്ടതിൽ ആദ്യം കുറച്ച് ഉള്ളിലും മയോണൈസൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിലുണ്ടാക്കിയ മയോണൈസാണ്, ഈ പാല് വെച്ചിട്ട്. അതുകൊണ്ട് ധൈര്യപൂർവ്വം കുട്ടികൾക്ക് കൊടുക്കാട്ടോ. വേറെ ഒരു കെമിക്കൽ നമ്മളിതിൽ ചേർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ മയോണൈസ് അടിപൊളി തന്നെ കേട്ടോ. അപ്പോൾ 3-4 പാക്കറ്റ് പാലിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക്
കുറച്ച് ദിവസം അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ എൻ്റെ മക്കൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ മയോണൈസൊക്കെ ഒന്ന് തീർത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് പോക്കറ്റ് ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.